ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുധിയോട് ആ ഷർട്ട് ഒന്ന് അഴിക്കാനായിട്ട് ചന്ദ്ര പറയണം. എന്തിനാണ് ഞാനിപ്പോൾ ഷർട്ട് അഴിക്കുന്നത്? അതേ മോനെ, ഈ ഒരു ഏലസ് കെട്ടാനാണ് എന്ന് പറയാ. അയ്യോ, ഒരു ഏലസല്ല ഇപ്പം കെട്ടിയിരിക്കുന്നത്, പിന്നെന്തിനാ ഇനിയൊരു ഏലസ്? മോനെ, ഇത് അതേപോലെയല്ല മോനെ, ഇതിനെ എന്താണ് സമ്പത്തും ആരോഗ്യവും ഒക്കെ ഉണ്ടാകും. അയ്യോ, അങ്ങനെയും പറഞ്ഞുകൊണ്ടല്ലേ വേറൊരു ഏലസ് കെട്ടിയത്? പിന്നെ എന്തിനാ അമ്മ ഇനി ഏലസ്? നീ അഴിക്കണം മോനെ, നിന്റെ നന്മയ്ക്കല്ലാതെ അമ്മ എന്തെങ്കിലും ചെയ്യോ മോനെ? നീ ആ ഷർട്ടൊന്ന് അഴിച്ചേ, അമ്മ ഇതൊന്ന് കെട്ടട്ടേന്നേ. അങ്ങനെ ഗതി കെട്ട് നമ്മുടെ സുധിയാണെങ്കിൽ ആ ഷർട്ട് അഴിക്കുക. ഷർട്ട് അഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇത് കണ്ടോ, ഈ കയ്യിൽ കെട്ടിയിരിക്കുക. വേണം ഈ കൈ കെട്ടണ്ട മോനെ, ഇപ്പുറത്തെ കൈ കെട്ട നമുക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു ഏലസ് ഇപ്പുറത്തെ കൈയിലേക്ക് കെട്ടിക്കൊടുക്കുകയാണ്. ഈ ചന്ദ്ര ഇതും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുധിയാണ്, ഇത് എന്താ അമ്മേ, ഇത് മൊത്തം ചരടാണല്ലോ. അയ്യോ, നീ 2 ചരടല്ലേ കെട്ടിയിട്ടുള്ളൂ? ചിലരുടെ ദേഹത്തൊക്കെ കാണണം മോനെ, അരയിലും കാലിലും കയ്യിലും കഴുത്തിലും എല്ലായിടത്തും ചരട് കെട്ടിയിട്ടുണ്ടാവും, ഇഷ്ടം പോലെ ചരട്. അതൊക്കെ എന്തിനാ അവർ കെട്ടുന്നത്? അവർക്ക് നല്ലത് വരാൻ വേണ്ടിയല്ലേ, അവരുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയല്ലേ. ഓ, ഒരു ഐശ്വര്യം എൻ്റെ ദേഹത്ത് മുഴുവൻ എൻ്റെ ചരടായ എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധി പറയുകയാണ്. അപ്പം ചന്ദ്ര ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ്, ആഹാ കൊള്ളാം, ഇനിയിപ്പോൾ 2 ചരടിൻ്റെയും പ്രവർത്തനം തുടങ്ങും. ഒന്ന് അവൻ്റെ ഭാര്യയെ അവനിൽ നിന്ന് അകറ്റാൻ വേണ്ടി, മറ്റൊന്ന് അവന് സമ്പത്തും ആരോഗ്യവും എല്ലാ ഗുണങ്ങളും കിട്ടാൻ വേണ്ടിയുള്ള ചരട്. എൻ്റെ മോൻ ശരിക്കും രക്ഷപ്പെടും. എന്നിട്ട് വേണം ഒരു പണക്കാരി പെണ്ണിനെ കൊണ്ട് എൻ്റെ മോനെ കല്യാണം കഴിപ്പിക്കാനായിട്ട്. അതുടനെ തന്നെ ഉണ്ടാകും ആ പെരിങ്കള്ളി ശ്രുതി, അവള് എൻ്റെ മോൻ്റെ ജീവിതത്തിൽ നിന്ന് പോണം എന്നിങ്ങനെ പറയാം. പിന്നീട് കാണിക്കുക നമ്മുടെ വർഷയാണ്. അപ്പോൾ വർഷയാണെങ്കിൽ എങ്ങനെയെങ്കിലും അബോർഷൻ നടത്തണം എന്നും പറഞ്ഞുകൊണ്ട് വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. എന്ത് ചെയ്യും ദൈവമേ? ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ പോയാലോ? ആ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ടും കാര്യമില്ല, അവരിത് തന്നെയല്ലേ പറയുള്ളൂ, ഡോക്ടറിൻ്റെ ഒരു ചീട്ടില്ലാതെ അവർ മരുന്ന് നമുക്ക് തരത്തുമില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അഖില ചേച്ചി ചെയ്ത പോലെ ചെയ്താലോ? ഒരു ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ ഒരു കുണ്ടും വഴിയുള്ള വഴി കൂടിയാ ഈ ഓട്ടോറിക്ഷ പോയത്. ആ സമയത്ത് ആ ചേച്ചിക്ക് ബ്ലീഡിങ് ആയെന്നാ പറഞ്ഞത്, അബോർഷൻ ആയെന്നാ പറഞ്ഞത്. അങ്ങനെ ചെയ്ത് നോക്കാം. അല്ലാതെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് മേടിച്ച് കഴിച്ചാൽ ചിലപ്പോൾ എനിക്ക് ബ്ലീഡിങ് ആയി ഞാൻ മരിച്ചു പോയാലോ? അയ്യോ, എനിക്ക് പേടിയാവുന്നു, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല, ഏതായാലും ഓട്ടോറിക്ഷയിൽ പോകാം എന്നൊക്കെ ചിന്തിച്ച് നമ്മുടെ വർഷ ഒരു ഓട്ടോറിക്ഷ പിടിക്കുകയാണ്. ചേട്ടാ, എനിക്ക് ഇന്ന സ്ഥലം വരെയും പോകണം. അവിടെയാണോ, മെയിൻ ജംഗ്ഷനിലാണോ പോകേണ്ടത്? ഇല്ല ചേട്ടാ, അതിനേക്കാലം കുറച്ചും കൂടി പോകണം, ഞാൻ പറയാം, വഴി പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഓട്ടോറിക്ഷയിലോട്ട് കയറുകയാണ് ആ മോളെ. എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ മനസ്സിലായില്ല കേട്ടോ, രവിയേട്ടൻ്റെ ഇളയ മോൻ്റെ ഭാര്യയല്ലേ മോള്? അതെ, ഞാൻ മോള് തന്നെയാണെന്ന് പറയാം. വളരെയേറെ സന്തോഷം കേട്ടോ മോളെ. അതെ, പിന്നെ ചേട്ടാ, ഇന്ന വഴി കൂടി വേണോട്ടോ പോകാനായിട്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, അയ്യോ മോളെ, ആ വഴി കൂടിയോ? ആ വഴി കുണ്ടും കുഴിയും നിറഞ്ഞ വഴികളല്ലേ, ആ വഴി കൂടി പോകുന്ന എങ്ങനെ? നല്ല വഴി കൂടി പോകാം. അത് വളഞ്ഞ വഴിയല്ലേ ചേട്ടാ? വളഞ്ഞ വഴിയാണെങ്കിൽ നല്ല റോഡാണ്, ആ റോട്ടിൽ കൂടി പോയിട്ടുണ്ടെങ്കിൽ സുഖമായിട്ടിരുന്ന് പോകാം. വേണ്ട, എനിക്ക് മറ്റേ റോട്ടിൽ കൂടി തന്നെ പോയാൽ മതി, ആ കുണ്ടും കുഴി നിറഞ്ഞ റോട്ടിൽ കൂടി പോയാൽ മതി, അതാവുമ്പോൾ പെട്ടെന്ന് എത്തുമല്ലോ. എൻ്റെ പൊന്നു മോളെ, ശരി ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഓട്ടോറിക്ഷക്കാരനൊരു നിവൃത്തിയില്ലാതെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വർഷയാണെങ്കിൽ വയറിലൊന്ന് കൈ പിടിച്ചിട്ട്, എന്നോട് ക്ഷമിക്കണം കേട്ടോ, എനിക്കിതല്ലാതെ വേറൊരു നിവൃത്തിയില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തുള്ള ക്രൂരതകളെല്ലാം ചെയ്യുന്നത്, എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്ന് കുഞ്ഞിനോട് പറയുകയാണ് ഈ വർഷ. അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വർഷയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. അപ്പോൾ കോൾ നേരപ്പോഴേക്കും വർഷയുടെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരത്തിയായിരുന്നു. എടി, നീ എന്താ എത്ര നാളായി വിളിച്ചിട്ട്? എന്തൊക്കെയുണ്ട് വിശേഷം? എനിക്ക് സുഖം തന്നെ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഈ ഓട്ടോറിക്ഷക്കാരൻ പറയാണ്, ഇപ്പോൾ ഫോണിലാണ് ഇരിക്കുന്നത്, ഏതായാലും ആ കുണ്ടും കുഴി നിറഞ്ഞ വഴി കൂടി പോയി കഴിഞ്ഞാൽ എൻ്റെ ഓട്ടോറിക്ഷ തവിട് പൊടിയാകും, അതുകൊണ്ട് തന്നെ ആ കുണ്ടും കുഴി നിറഞ്ഞ റോട്ടിൽ കൂടി പോകണ്ട, നല്ല റോട്ടിൽ കൂടി തന്നെ പോകാം എന്നൊക്കെ ചിന്തിച്ച് നമ്മുടെ ഓട്ടോക്കാരൻ വണ്ടി എടുത്ത് നല്ല റോട്ടിൽ കൂടി. പക്ഷേ നമ്മുടെ വർഷ സംസാരം നിർത്തിയിട്ടില്ല, സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ കൂട്ടുകാരത്തിയോട്. വീടെത്തിയത് പോലും നമ്മുടെ വർഷ അറിഞ്ഞില്ല. അങ്ങനെ ഓട്ടോറിക്ഷക്കാരൻ പറയണം, മോളെ ദേ വീടെത്തിയിട്ടോ. വീടെത്തിയോ? അങ്ങനെ എടി, ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കുക. അപ്പോൾ പൈസ എടുക്കാൻ നോക്കി കഴിഞ്ഞപ്പോഴേക്കും, അയ്യോ എനിക്കൊന്നും സംഭവിച്ചില്ലേ? അതെന്താ എനിക്കൊന്നും സംഭവിക്കാതിരുന്നത്? എടോ, താൻ ആ റോട്ടിൽ കൂടി അല്ലേ വന്നത്? ഇല്ല മോളെ, നല്ല വെണ്ണ പോലത്തെ റോട്ടിൽ കൂടിയാണ് വന്നത്. തന്നോട് ഞാൻ എന്താണോ പറഞ്ഞത്? ആ റോട്ടിൽ കൂടി വന്നോന്നല്ലേ പറഞ്ഞത്?
എന്നിട്ട് താൻ എന്താണ് കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അതേ എൻ്റെ പൊന്നു മോളെ, ആ റോട്ടിൽ കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഓട്ടോറിക്ഷയൊക്കെ പപ്പടം പോലെയാകും, മോളുടെ നടുവൊക്കെ പോകും. അപ്പോഴാണ് രവി വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്താ മോളെ, എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അങ്കിൾ ഇത് കണ്ടോ അങ്കിളെ, ഞാൻ പറഞ്ഞ വഴി കൂടി അല്ല ഇയാൾ വന്നത്, വേറെ വഴി കൂടി വന്നു എന്ന് പറയാണ്. അതെന്താടോ താൻ എന്താടോ കാണിച്ചത്? എൻ്റെ പൊന്നു രവിയേട്ടാ, ഈ മോള് പറഞ്ഞ റോട്ടിൽ കൂടി ഞാൻ വന്നിരുന്നെങ്കിലേ മോളുടെ നടുവും പോയാനായിരുന്നു, എൻ്റെ ഓട്ടോറിക്ഷ പഞ്ചറാകുകയും ചെയ്യാനായിരുന്നു. പുതിയ ഓട്ടോയാ, ദേ വരുമാന മാർഗമല്ലേ, ഇനിയും ഇത് കേടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നാക്കാനുള്ള പൈസയൊന്നും എൻ്റെ കയ്യിലില്ല രവിയേട്ടാ, അതുകൊണ്ടാണ് ഞാൻ ഈ റോട്ടിൽ കൂടി വന്നത്. അതുകൊണ്ട് മോൾക്കൊരു കുഴപ്പവും സംഭവിച്ചില്ലല്ലോ. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇന്നാടോ എൻ്റെ 150 രൂപ എന്നും പറഞ്ഞുകൊണ്ട് പൈസ എടുത്ത് കയ്യിൽ കൊടുത്തിട്ട് അയാളെ പറഞ്ഞു വിടുകയാണ്. വർഷയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വെള്ളത്തൊരവസ്ഥ. പിന്നീട് കാണിക്കുന്നത് ടാക്സി സ്റ്റാൻഡാണ്. അപ്പോൾ അവിടെ നിന്ന് 2 ഡ്രൈവർമാരിങ്ങനെ സംസാരിക്കണം. അവിടെ നിന്ന് ഓട്ടോ ഒക്കെ കുറവാണല്ലോ അല്ലേടാ, ഇത് വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ, ഇപ്പോൾ ആരും ഓട്ടോ വിളിക്കുന്നില്ല, ഒന്നും വിളിക്കുന്നില്ല, വല്ലാത്തൊരു ബുദ്ധിമുട്ടായി പോയല്ലോടാ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ സച്ചി വരുന്നത്. എടാ ഈച്ചയെ കാണാനില്ലല്ലോടാ. ഈച്ച പോകാനുള്ള മരുന്നൊക്കെ ഞാൻ അടിച്ചായിരുന്നു, അതുകൊണ്ട് ഈച്ചയെ കാണാത്തത്. പക്ഷെ അതല്ലടാ, എൻ്റെ ഈച്ചയാണ് കാണാത്തത്. സച്ചി, നീ സ്വന്തമായിട്ട് ഈച്ചനെയൊക്കെ വളർത്തുന്നുണ്ടോ? അതെനിക്കറിയില്ലായിരുന്നല്ലോ. എന്താണ് നീ ഈച്ചനെ വളർത്താനുള്ള കാരണം? ഒറ്റ കുത്ത് ഞാൻ വെച്ച് തന്നാലുണ്ടല്ലോ. എൻ്റെ ഫ്രണ്ട് ആ ഈച്ചയില്ലേ, ആ ഈച്ചയെ കാണാനില്ലല്ലോ എന്നാ ഞാൻ പറഞ്ഞത്. അത് ശരി, ആ ഈച്ച. അവനിപ്പോൾ ഒരു ലൈനൊക്കെ സെറ്റായി. ലൈൻ സെറ്റായിരുന്നു? ആന്നേ, അവനെ ഒരു പ്രണയത്തിൽ ഏർപ്പെട്ടു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സച്ചി ഇരുന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. അവൻ പ്രണയത്തിൽ ഏർപ്പെട്ടെന്നോ? എന്താ, അവന് പ്രണയിക്കാൻ പാടില്ലേ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൻ പ്രണയത്തിലൊക്കെ ഏർപ്പെട്ടെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തീരെ വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. അവനൊരു പ്രണയത്തിലൊക്കെ ഏർപ്പെട്ടു. ഇനി അവനെ കണ്ടു കിട്ടാനൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാ വരുന്നു ഈച്ച, എങ്ങോ ചിന്തിച്ചുകൊണ്ട് വരിക. ദേ വരുന്നു നിന്റെ കൂട്ടുകാരൻ ഈച്ച. എടാ ഈച്ചേ, ഇങ്ങോട്ട് വന്നേടാ. എടാ സച്ചി എന്ന് പറഞ്ഞോണ്ട്, എടാ ഞാൻ കേട്ടതൊക്കെ സത്യമാണോടാ? നീ ഏതോ പ്രണയത്തിൽ ഏർപ്പെട്ടെന്നൊക്കെ അറിഞ്ഞല്ലോ. ഏകദേശം അതൊക്കെ സത്യം തന്നെയാണ്. എങ്കിലേടാ ഒരിക്കലും നീ കൈവിടരുത്. നീ എന്താന്നിട്ട് എന്നോട് പറയാതിരുന്നത്? നീ പ്രണയ വിരോധിയല്ലേ, അപ്പോൾ പിന്നെ ഞാനെങ്ങനെയാണ് എന്നോട് പറയുന്നത്? എടാ അങ്ങനെയൊന്നുമില്ലടോ, നല്ല ബന്ധമൊക്കെ ആണെങ്കിൽ എനിക്ക് സമ്മതിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമൊന്നുമില്ല. എടാ ആ പെണ്ണിനും നീയും തമ്മിലുള്ള കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം. കല്യാണോ? കല്യാണം അതിന് ഞാൻ ആ പെണ്ണിനോട് പറഞ്ഞിട്ടില്ല ഇഷ്ടമാണെന്ന്. അത് ശരി, അപ്പോൾ 1 സൈഡ് ലവ് ആയിരുന്നല്ലേ? അതെ, 1 സൈഡ് ലവ് ആയിരുന്നു. എങ്കിലേ എത്രയും പെട്ടെന്ന് ആ പെണ്ണിനോട് കാര്യങ്ങളെല്ലാം പറയണം. വേണമെങ്കിൽ ഞാനും കൂടെ വരാം. അയ്യോ അതൊന്നും വേണ്ട സച്ചി, വരേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല ആ പെണ്ണിൻ്റെ വീട് എവിടെയാണ്? എനിക്കറിയില്ല വീട് എവിടെയാണെന്ന്. പേരെന്താ പെണ്ണിൻ്റെ? അയ്യോ പേര് ഞാൻ ചോദിച്ചില്ല, എനിക്കറിയില്ല പേരെവിടെയാന്ന്. പിന്നെ നിനക്ക് എന്താണ് അറിയാവുന്നത്? എങ്കിൽ വാ, നമുക്ക് ആ പെണ്ണിനോട് പോയി ഇപ്പം തന്നെ എല്ലാ കാര്യങ്ങളും ചോദിക്കാം. അതിന് ആ പെണ്ണ് എന്നെ ഇതുവരെയും കണ്ടിട്ടില്ല സച്ചി. എൻ്റെ ദൈവമേ, പ്രണയിക്കുന്ന പെണ്ണ് നിന്നെ ഇതുവരെയും കണ്ടിട്ടില്ലേ? ഇല്ല സച്ചി, എന്നെ കണ്ടിട്ടില്ല. എപ്പോഴെങ്കിലും അവളോട് പറയണമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. എൻ്റെ കൺമുന്നിൽ നിന്ന് പോകുന്നുണ്ടോ? ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വന്നേക്കും. നിന്നെ കണ്ടിട്ടില്ല, നീ അവളെ പ്രണയിക്കുന്നു, ഇതൊക്കെ അവിടത്തെ നടപ്പിലാടാ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എനിക്ക് അവളെ ഇഷ്ടമാണ് സച്ചി. അധികം താമസിയാതെ ഞാൻ എൻ്റെ പ്രണയം തുറന്നു പറയും. കൂടുതൽ വേഷം കിട്ടിയാലേ ഞാൻ അച്ചമ്മയോട് പറയും. അച്ചമ്മ തന്നെ ഇവിടെ നിന്ന് തൂക്കിക്കൊണ്ടുപോകും. അയ്യോ ദൈവത്തോർത്ത് സച്ചി അവൊന്നും പറയല്ലേ, ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ട് പോയിക്കോട്ടെ. അവൻ്റെ ഒരു പ്രണയവും ഇതും കൊണ്ട് വന്നിരിക്കുക പോടാ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സച്ചിയുടെ ഫോണിലേക്ക് രേവതിയുടെ കോൾ വരികയാണ്. രേവതി, എന്താ രേവതി വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ സച്ചിയേട്ടാ, ഞാനേ വർഷയെ ഒരു മെഡിക്കൽ സ്റ്റോറിൻ്റെ മുന്നിൽ വെച്ച് കണ്ടായിരുന്നു. എന്ത് പറ്റി വർഷയ്ക്ക്? എന്തെങ്കിലും അസുഖമാണോ? ഞാൻ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി വർഷേ, നിനക്ക് എന്തെങ്കിലും അസുഖമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അസുഖമൊന്നുമില്ല, എൻ്റെ കൂട്ടുകാരത്തിക്ക് പനിയാണ്, ആ പനിയുടെ മരുന്ന് മേടിക്കാനാണ് ഞാൻ വന്നതെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചേ, അങ്കിൽ പിന്നെ സ്റ്റുഡിയോയുടെ അവിടെ ഇഷ്ടംപോലെ മെഡിക്കൽ സ്റ്റോറില്ലേ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവളെന്ത് ഉരുണ്ടും പറഞ്ഞ് കളിക്കാം. എന്നിട്ട് അതെല്ലാം ഇരിക്കട്ടെ സച്ചിയേട്ടാ, ഞാൻ അവളോട് പറഞ്ഞു ഞാൻ ഏതായാലും നിന്നെ സ്കൂട്ടറിൽ കയറ്റിക്കൊണ്ട് പോകാമെന്ന്. പക്ഷെ അപ്പോഴേക്കും അവളെന്നോട് ചൂടായി കയറി സച്ചിയേട്ടാ. അവളെ എൻ്റെ ഒപ്പം സ്കൂട്ടറിൽ കയറി വന്നില്ല. അവൾ എന്നോട് ദേഷ്യപ്പെട്ടു സച്ചിയേട്ടാ. അതിനിപ്പോൾ എന്താണ്, അവൾക്കിപ്പോൾ തനിയെ പോകാനായിരിക്കും ഇഷ്ടം. ഇല്ല സച്ചിയേട്ടാ, ഇതിലെന്തൊക്കെയോ ഒരു പന്തികേടുണ്ട്. എന്ത് പന്തികേട്? ഒറ്റ കുത്തി ഞാൻ വെച്ച് തന്നാലുണ്ടല്ലോ, വെച്ചിട്ട് പോ ഫോണ്.
നീ പൂ വിറ്റില്ല ഒന്നും വിറ്റില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതൊക്കെ വിറ്റു. എന്നാലേ പോയി വീട്ടിലല്ലേ പണിയുണ്ടാകും നോക്കെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. ഇതെന്താ സച്ചിയേട്ടൻ എന്നോട് അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറയുന്ന ഒരാളല്ലല്ലോ സച്ചിയേട്ടൻ എന്ന് രേവതി ചിന്തിക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണ്. ശ്രുതിയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുക. ആ സമയത്ത് ശ്രുതിയുടെ കോള് വരിക. ശ്രുതിയുടെ കോള് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എടുക്കണോ വേണ്ടെന്ന് ആദ്യം ആലോചിക്കുക. അതിനുശേഷം കോൾ എടുക്കുകയാണ്. നീ എന്തിനാടി എൻ്റെ ഫോണിലേക്ക് വിളിച്ചത്? നീ എന്തിനു വേണ്ടി? അപ്പോൾ ചന്ദ്ര വരിക. ചന്ദ്ര ഈ ഒരു കാഴ്ച കാണുകയാണ്. എന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി തന്നെ ചന്ദ്ര ഇവിടെ മറഞ്ഞു നിൽക്കുക. നിന്നോട് ഈ എൻ്റെ ഫോണിലേക്ക് വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ ശ്രുതി? ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ എന്തിനാ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്? അതിന് മാത്രം ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ലല്ലോ. തെറ്റ് ചെയ്തിട്ടില്ലെന്നോ? എന്നോട് ഒരുപാട് ചതിച്ചില്ലേ? എൻ്റെ അമ്മ പറയുന്നത് മുഴുവനും കറക്റ്റ് തന്നെയാണ്. നിന്നെ വിശ്വസിക്കാനും സ്നേഹം കൂടാനൊന്നും പറ്റിയൊന്നുമില്ല. നീ ഇനിയും ചതിക്കും, അതെനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. നീ എന്നെ ഫോൺ വിളിച്ചു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുകൂടെ ഭയങ്കര തിരക്കോ. ഇത് കേട്ട് ചന്ദ്രയ്ക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നിക്കുക. ചന്ദ്രയാണെങ്കിൽ നേരെ ശ്രുതിയുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ച് കഴിഞ്ഞപ്പോഴേക്കും നീ എന്തിനാടി എൻ്റെ മോനെ വിളിച്ചത്? നിന്നോട് പറഞ്ഞിട്ടില്ലേടി നാണം കെട്ടവളെ എൻ്റെ മോനെ വിളിക്കരുതെന്ന്? എന്നിട്ടും വീണ്ടും നീ എന്തിനാടി എൻ്റെ മോനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ചോദിക്കുമ്പോൾ ആൻറ്റി അത് പിന്നെ വേണ്ട, നമ്മൾ തമ്മിലേ യാതൊരു ബന്ധവുമില്ല. ഇനി എൻ്റെ മോനെ കാണാനോ എൻ്റെ മോനോട് സംസാരിക്കാനോ നീ വന്നു പോകരുത്. നിങ്ങൾ തമ്മിൽ ഇനി ചേരത്തുമില്ല. ഇനി ഈ വീട്ടിലേക്ക് നിന്നെ ഞാൻ കേട്ടത്തുമില്ല. വെച്ചിട്ട് പോടി ഫോണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര വഴക്ക്. അപ്പോഴേക്കും ശ്രുതി അമ്മേ നിർത്തമ്മേ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങോട്ട് തട്ടിപ്പറിച്ച് മേടിക്കുമ്പോൾ ശ്രുതിക്കാണെങ്കിൽ ആകെ ടെൻഷനായി. എന്ത് പറഞ്ഞിട്ടൊരു കാര്യമില്ലെന്നൊക്കെ ആലോചിച്ച്. എടാ മോനെ, അവള് സംസാരിക്കുന്ന കേട്ടില്ലടാ, നീ അവളോട് സംസാരിക്കാൻ നിൽക്കണ്ട. ഇങ്ങോട്ട് കയറി പറ്റാൻ വേണ്ടി പല അടവുകളും അവള് ചെയ്യും. പക്ഷേ അതൊന്നും ഞാൻ വിട്ടുകൊടുക്കാനായിട്ട് പോകുന്നില്ല. അമ്മ കാണിച്ചത് വളരെയേറെ മര്യാദകേടാണ് കേട്ടോ. ഞാൻ അവളോട് സംസാരിക്കില്ലേ? ഞാൻ അവളോട് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നില്ലേ? ആ സമയത്ത് അമ്മ എന്തിനാണ് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ചത്? എടാ മോനെ, ഞാൻ രണ്ട് പറയാൻ വേണ്ടിയാണ്. അതെന്തിനാ അമ്മ പറയുന്നത്? എന്നെയാണ് അവള് വിളിച്ചത്. അപ്പം എനിക്കറിയാൻ പറയാനായിട്ട്. അമ്മ അതിൻ്റെ ഇടയിൽ കയറി പറയേണ്ട ആവശ്യമൊന്നുമില്ല. എടാ മോനെ, അപ്പോൾ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അമ്മ ദയവ് ചെയ്ത്, ഞാൻ ആകെ 100 പ്രശ്നത്തിൽ നിൽക്കുകയാണ്. ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ മനസ്സമാധാനത്തോടെ എനിക്ക് ജോലി ചെയ്യാനായിട്ട് കഴിയുന്നില്ല. മനസ്സിൽ അപ്പോഴും ടെൻഷനും സങ്കടവും ഒക്കെ കുതിച്ചു വരികയാണ്. അതിനിടയിൽ കയറി അമ്മയും കൂടി ഒന്ന് ശല്യപ്പെടുത്താൻ നിൽക്കരുത്. ദൈവത്തോർത്ത് അമ്മ ഒന്ന് പോയി തരാവോ? ഞാൻ ഇവിടെ സമാധാനത്തോടെ ഇരുന്നോട്ടെ. കൊള്ളാം മോനെ, കൊള്ളാം. ഇതുവരെ എന്നോട് പറയാത്ത വർത്തമാനമാണ് നീ ഇപ്പം പറയുന്നത്. ഞാൻ ഇറങ്ങിപ്പോണോ അല്ലേ? ഞാൻ നിനക്കൊരു ശല്യമാണല്ലേ? എനിക്കിത് തന്നെ കിട്ടണം. അമ്മ അതിന് ഞാൻ പറഞ്ഞത് ഈ റൂമിൽ നിന്ന് പോകാനല്ലേ, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനല്ലോ. മതിയടാ, എനിക്ക് മതി. എല്ലാം കേട്ടത് എനിക്ക് മതിയായി, എല്ലാം മനസ്സിലായി. അമ്മ ദൈവത്തോർത്തൊന്ന് പോയി താ, ഒരു സമാധാനത്തോടെ ഇരുന്നോട്ടെ ഞാൻ. അങ്ങനെ ചന്ദ്ര സങ്കടത്തോടു കൂടി തന്നെ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ചന്ദ്രയാണെങ്കിൽ നേരെ ചെറുകേസ് ഇറങ്ങിയ ഹാളിൽ പോയിട്ട് കരഞ്ഞോണ്ടിരിക്കുക. അപ്പോൾ രവി ചോദിക്കണം, അയ്യോ ചന്ദ്രേ, ദേ നിന്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു. എന്താ പറ്റിയ ചന്ദ്രേ? നീ കരയുവാണോ ചന്ദ്രേ? അല്ലെങ്കിൽ നിന്റെ കണ്ണിൽ വല്ല പൊടിയും പോയോ ചന്ദ്രേ? ഓ, ഞാൻ കരയുമ്പോൾ നിങ്ങൾക്കെല്ലാം തമാശയാണല്ലോ. ഞാൻ കരയാൻ പാടില്ലല്ലോ. ഞാൻ കരയാത്തവളല്ലേ, ദുഷ്ടത്തിയല്ലേ? മനസ്സിലൊരു സ്നേഹമില്ലാത്ത ആളല്ലേ, അപ്പോൾ ഞാൻ കരയാൻ പാടില്ലല്ലോ അല്ലേ? അയ്യോ ചന്ദ്രേ, സത്യമായിട്ട് ഞാൻ വിചാരിച്ചു നീ കരയെ ചുമ്മാ കണ്ണിൽ നിന്ന് വെള്ളം വരികയാണ്, എന്തെങ്കിലും പൊടി പോയിട്ടുണ്ടാവും അതുകൊണ്ടാണെന്ന്. ഇല്ല, ഞാൻ ശരിക്കും കരയാണ്. അയ്യോ ദൈവമേ, എന്തിനാണ് ചന്ദ്ര നീ കരയുന്നത്? അപ്പോഴേക്ക് സച്ചി വരികയാണ്. അപ്പോൾ സച്ചി നോക്കി കഴിഞ്ഞപ്പോഴേക്ക് അമ്മേ, അല്ല അച്ഛാ, ദേ അമ്മയുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു. എടപ്പോടെ അവിടെ നിന്ന് വെള്ളമൊന്നുമല്ല, അവള് കരയാണ്. കരയാനോ? അമ്മ എന്തിനാ കരയുന്നത്? അയ്യോ അമ്മ കരയുന്നു. ഞാൻ അമ്മയുടെ കണ്ണിൽ നിന്ന് വെള്ളം വന്ന് കണ്ടേക്കണ്ടേ സവാള അരിയുമ്പോഴാ. ഇതപ്പം അമ്മ ഇരുന്ന് കരയുവാണോ? രേവതി രേവതി എന്ന് പറഞ്ഞിട്ട് ഒച്ചത്തി വിളിക്കുകയാണ്. രേവതി ഓടി വരിക. എന്നിട്ട് ദേ രേവതി നീ കണ്ടോ, അമ്മ കരയുന്നു രേവതി. ഷോ, ഇത് വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ. നീ അമ്മ കരയുന്നത് കണ്ടിട്ടുണ്ടോ രേവതി? സച്ചിയേട്ടാ ഒന്നും മിണ്ടാതിരിക്കും സച്ചിയേട്ടാ. ഒന്നും മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞത്. അമ്മേ, എന്താ അമ്മ കരയുന്നത്? അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ്. ഞാൻ കരയുമ്പോൾ നിങ്ങൾക്കെല്ലാം കോമാളിത്തരമായിട്ടാണ് തോന്നുന്നല്ലേ? എനിക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ. ചന്ദ്ര, നീ കാര്യം എന്താന്ന് വെച്ചാൽ പറ. നിനക്ക് എന്താണ് വിഷമം? അതെ, ഞാൻ സ്നേഹിച്ചവർ തന്നെ എന്നെ തള്ളി പറയാണ്. അപ്പോഴേക്കും സച്ചി, ഓ ശ്രുതിയാണോ തള്ളി പറഞ്ഞത്? അതെ, ശ്രുതി തന്നെയാണ് തള്ളി പറഞ്ഞത്. എന്നോട് ആ റൂമിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പറഞ്ഞു. എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് വേദനിച്ചു. ഞാൻ അവനെ ഒരുപാട് സ്നേഹിച്ചല്ലേ, എന്നിട്ട് അവൻ എന്നോട് അങ്ങനെ പറയാൻ പാടുണ്ടോ? അയ്യോടാ, കഷ്ടമായി പോയല്ലോ. എടാ ശ്രുതി, ഇങ്ങോട്ട് വന്നേടാ, ദേ കണ്ടില്ലേ, നീ കാരണം നിൻ്റെ അമ്മ കരയുന്നു എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ശ്രുതി ഇറങ്ങി വരികയാണ്. അപ്പോൾ രവി ചോദിക്കുകയാണ്, എടാ ശ്രുതി, നീ എന്തിനാണ് അമ്മയെ വഴക്ക് പറഞ്ഞത്? വഴക്ക് പറയാനോ ഞാനോ? നീ എന്തിനാ ആ റൂമിൽ നിന്ന് അമ്മയോട് ഇറങ്ങിപ്പോകാനായിട്ട് പറഞ്ഞതെന്ന്? എൻ്റെ ദൈവമേ, അത് ഇത്രയും കരയേണ്ട കാര്യമൊന്നും ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല.
എന്തിനാ അമ്മ കിടന്ന് കരയുന്നത്? ഓ, അച്ഛനെ കൊണ്ട് വഴക്ക് കേൾപ്പിക്കണം. അതിനു വേണ്ടിയല്ലേ അമ്മ വെറുതെ നാടകം കളിച്ചത് എന്ന് സുധി വീണ്ടും പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രവി പറയണില്ല, അവൾ നാടകമൊന്നും കളിച്ചല്ല, അവൾ ശരിക്കും കരഞ്ഞതാണ്. സച്ചിക്ക് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സന്തോഷം തോന്നി. അപ്പോൾ രേവതിയാണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കും സച്ചിയേട്ടാ, എന്തിനാണ് സുധി നീ അമ്മനെ ഇങ്ങനെ വേദനിപ്പിക്കാൻ പാടില്ലായിരുന്നു, അതിന് മാത്രം എന്ത് പ്രശ്നം ഉണ്ടായത് എന്ന് രവി ചോദിക്കുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. ബൈ.